ഇത് ദൈവപുരം എന്ന ഗ്രാമമാണ്. ഈ ഗ്രാമത്തിൽ സൂര്യൻ അസ്തമിച്ച ശേഷമുള്ള എല്ലാ രാത്രികളിലും ഗ്രാമത്തിലുള്ള എല്ലാവരും തീപ്പന്തവും പിന്നെ ഒരാടിനെയും കൊണ്ട് കയ്യിലൊരു കോടാലിയുമായി ഗ്രാമാതിർത്തിയിൽ ആടിനെ ബലി കൊടുത്ത് ആ രക്തം ഒരു പാത്രത്തിൽ ശേഖരിച്ച് അതിൽ കറുത്ത എല്ലുകൾ കൊണ്ടുള്ള ഭക്ഷണമിട്ട് അവിടെയുള്ള കല്ലിനെ വലം വെച്ച് അതിലെ ഒഴുകിക്കൊണ്ടിരുന്ന കലോരി നദിയിൽ നിന്നും വെള്ളമെടുത്ത് ഒരു പാത്രത്തിലെടുത്തുകൊണ്ടുവന്ന് ഗ്രാമമെല്ലാം തളിച്ച് തിരിഞ്ഞുപോലും നോക്കാതെ അവരവരുടെ വീട്ടിലേക്ക് എല്ലാവരും തിരിച്ചു പോകും. അങ്ങനെ ഗ്രാമാതിർത്തിയിൽ പോയ ആണുങ്ങൾ തിരിച്ചു വന്നതും വീട്ടിലുള്ള സ്ത്രീകൾ എല്ലാവരും ചേർന്ന് അരിമാവിലുണ്ടാക്കിയ ഉരുള കൊണ്ടുവന്ന് വാതിൽപ്പടിയിൽ വെച്ച് വാതിലടച്ച് രാവിലെ സൂര്യൻ ഉദിക്കുന്നതുവരെയും വാതിൽ തുറക്കില്ല. ഇതെല്ലാം കുറച്ചു വർഷങ്ങളായി തുടർച്ചയായി എല്ലാവരും ആചരിക്കുന്ന ഒരു ആചാരമാണ്. ഇങ്ങനെയിരിക്കുന്ന സമയത്ത് ഗ്രാമത്തിലുള്ള കരൺ എന്നു പേരുള്ള ഒരു വ്യാപാരി കൃഷിക്ക് വേണ്ടിയുള്ള മരുന്ന് മേടിച്ച് തിരിച്ചു വരികയായിരുന്നു. അയ്യോ, വൈകുന്നേരമായല്ലോ. ഓ, ഇത് വേനൽക്കാലമാണല്ലോ, അതുകൊണ്ടാണ് പകൽവെട്ട് അങ്ങനെ തന്നെ ഇരിക്കുന്നത്. പെട്ടെന്ന് തന്നെ പോയാൽ രാത്രിയാവുന്നതിന് മുമ്പേ ഗ്രാമത്തിലെത്താം. അങ്ങനെ നടന്ന് ഞാവൽപ്പഴ തോട്ടവും കടന്ന് പ്രേതപാതയിലൂടെ നടന്നു പോവുകയായിരുന്നു. ദൂരെയുള്ള ഒരു ആൽമരത്തിന്റെ മുകളിലിരുന്ന് ഒരു സുന്ദരിയായ യുവതി ഏതോ ഒരു പാട്ട് പാടുന്നുണ്ടായിരുന്നു. ഏതാണ് യുവതി? എന്തിനാ ഈ നേരത്ത് അവിടെ ഇരുന്ന് പാട്ട് പാടുന്നത്? നിങ്ങൾ ആരാ? അവിടെ എന്താ ചെയ്യുന്നത്? കയ്യിൽ തീയുണ്ടോ? എനിക്ക് നന്നായി തണുക്കുന്നുണ്ട്. നിങ്ങളെ തന്നെ. കയ്യിൽ തീയുണ്ടോ? എനിക്ക് നന്നായി തണുക്കുന്നുണ്ട്. ആ സംസാരം കേട്ട് കരൺ മരത്തിന്റെ അരികിൽ ചെന്ന് ആ യുവതിയെ നോക്കിയതും, അയ്യോ, പ്രേതം, പ്രേതം, എന്നെ ആരെങ്കിലും വന്ന് രക്ഷിക്കൂ, പ്രേതം, പ്രേതം. പ്രേതത്തെ കണ്ടയുടനെ വളരെ പേടിച്ച് കരൺ അലറിക്കൊണ്ട് അവിടെ നിന്നും ഓടുന്ന സമയത്ത് ആ പ്രേതം താഴെയിറങ്ങി ഒരു മന്ത്രക്കയറുകൊണ്ട് കരണിനെ കെട്ടിയിട്ട് അവനെ ആകാശത്തിലേക്ക് തൂക്കിയെടുത്ത് മാഞ്ഞുപോയി. അടുത്ത ദിവസം രാവിലെ ഗ്രാമത്തലവൻ മണിപ്രതാപ് ഉൾപ്പെടെ ഗ്രാമത്തിലെ എല്ലാവരും ക്ഷേത്ര ഗോപുരത്തിൽ വന്ന്, ദേ നോക്കൂ അങ്ങുന്നേ, ഇതുവരെ കേൾക്കാത്തൊരു ഭയങ്കരമായ ശബ്ദം രാത്രി ഞാൻ കേട്ടു. ഇന്നലെ വയലിലേക്ക് പോയിരുന്ന കരൺ ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല. ഞങ്ങൾക്ക് വല്ലാതെ പേടിയാകുന്നുണ്ട്. അതെ, ആ ശബ്ദം ഞാനും കേട്ടിരുന്നു. എന്നാൽ ഭീമൽജി പറഞ്ഞതുപോലെ ഇന്നലെ രാത്രി അവിടെ പോയി ഒരാടിനെ ബലി കൊടുത്ത് ഗ്രാമാതിർത്തിയിലിട്ട് അത്ഭുത ശക്തിയുള്ള ആ ജലമെടുത്ത് ഗ്രാമം മൊത്തം തളിച്ചിട്ടുണ്ട്. ദുഷ്ടശക്തികൾ ഗ്രാമത്തിലേക്ക് വന്നാൽ തന്നെയും വീടിനകത്തേക്ക് വരാതിരിക്കാൻ അരിമാവ് കൊണ്ടുണ്ടാക്കിയ പാവയെ വീടിന്റെ മുമ്പിൽ വെക്കാറുമുണ്ട്. പിന്നെ എന്തിനു ഭയപ്പെടണം? ഇതെന്തോ കരണിന്റെ ജോലി തീർന്നിട്ടുണ്ടാവില്ല. ഇനി ഇന്നും വന്നില്ലെങ്കിൽ നോക്കാം. അങ്ങനെ പറഞ്ഞ് എല്ലാവരും വീട്ടിലേക്ക് പോയി. അതേ ദിവസം സന്ധ്യയായപ്പോൾ അതേ ഗ്രാമത്തിലെ രവിയും പവനും ഗ്രാമാതിർത്തിയിലേക്ക് പോവുകയായിരുന്നു. ഡാ പവൻ, എന്റെ അച്ഛൻ വലിയ ശല്യോ. പ്രേതം പിശാചെന്നൊക്കെ പറഞ്ഞ് വൈകുന്നേരം ആയ പുറത്തു വിടില്ല. അതുകൊണ്ടാ ഇന്ന് രാത്രി നിന്റെ വീട്ടിലാണെന്ന് പറഞ്ഞ് പുറത്തേക്ക് വന്നത്. ഞാനും അതെ, നിന്റെ വീട്ടിലേക്കാണെന്ന് പറഞ്ഞ പുറത്തേക്ക് വന്നത്. അങ്ങനെ രണ്ടുപേരും സംസാരിച്ച് സൂര്യാസ്തമയത്തിന് ശേഷം ഗ്രാമാതിർത്തിയും കടന്ന് പ്രേതപാതയിലൂടെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ദൂരെയുള്ള മരത്തിന്റെ മുകളിലുള്ള ആ സുന്ദരിയായ യുവതി പാട്ടുപാടുന്നതെല്ലാം നിർത്തി ഇവരെ വിളിക്കാൻ തുടങ്ങി. തീയുണ്ടോ? എനിക്ക് നന്നായി തണുക്കുന്നുണ്ട്. നിങ്ങളെ തന്നെയാ. തീയുണ്ടോ? എനിക്ക് നന്നായി തണുക്കുന്നുണ്ട്. ആ ശബ്ദം കേട്ടയുടനെ രവിയും പവനും ആ യുവതിയുടെ അടുത്ത് ചെന്ന് മുഖം കണ്ടതും അതൊരു പ്രേതമായിരുന്നു. ബഹളം വെച്ച് അലറിക്കൊണ്ട് രണ്ടുപേരും ഓടാൻ ശ്രമിച്ചപ്പോൾ ആ പ്രേതം മന്ത്രക്കയറുകൊണ്ട് അവരെ കെട്ടി.
അതിനുശേഷം അവരെ കയറുകൊണ്ട് വലിഞ്ഞു മുറുക്കി ആകാശത്തിലേക്ക് തൂക്കിയെറിഞ്ഞു. അതിനുശേഷം വളരെ ഉച്ചത്തിൽ ചിരിച്ചുകൊണ്ട് ഇത് മനുഷ്യരുടേതൊന്നും അല്ല. അതെ, ഞാനും കേട്ടിരുന്നു. ആ ചിരിയും ശബ്ദവുമെല്ലാം ഗ്രാമാതിർത്തിയിൽ നിന്നാ വരുന്നത്. നാളെ ഭീമൽജിയെ കണ്ട് നടന്ന കാര്യങ്ങളെല്ലാം പറയാം. അടുത്ത ദിവസം രാവിലെ എല്ലാവരും ക്ഷേത്രഗോപുരത്തിന്റെ അവിടെ വന്നു ചേർന്നു. രവിയെയും പവനെയും കാണാതെ പോയതുകൊണ്ട് അവരുടെ കുടുംബത്തിലുള്ള എല്ലാവരും ഗ്രാമത്തലവന്റെ അടുത്ത് വന്ന്, പ്രവീണിനെയും പവനെയും കാണാനില്ല, എവിടെ പോയെന്ന് അറിയില്ല, ഞങ്ങൾക്ക് വല്ലാതെ പേടിയാകുന്നു. ഇന്നലെ പോയ കരൺ പോലും ഇതുവരെ തിരിച്ചെത്തിയിട്ടില്ല. അങ്ങുന്നേ, ആ ചിരി പ്രേതം ചിരിക്കുന്നത് പോലെ ഉണ്ടായിരുന്നു. ഇതെന്തോ മായയാണെന്ന് തോന്നുന്നു. ഇതിനുള്ള പരിഹാരം ഭീമൽജിക്ക് മാത്രമേ ചെയ്യാൻ കഴിയൂ. ഭീമൽജി ഭൂഗർഭത്തിൽ തപസ് ചെയ്യാൻ പോയതാ. ഇന്നേക്ക് 500 ദിവസമാകാൻ പോകുന്നു. ഇന്ന് വൈകുന്നേരം ഭീമൽജി പുറത്തേക്ക് വരും. അവരോട് നടന്നതെല്ലാം പറഞ്ഞ് ഈ പ്രശ്നത്തിനൊരു പരിഹാരം തേടാം. അങ്ങനെ പറഞ്ഞ് ഭീമൽജിയെ കാണാൻ ഭൂഗർഭ സമാധിയിലേക്ക് പോയി. ഭീമൽജി പുറത്തേക്ക് വന്ന് ഗ്രാമത്തിലെ എല്ലാവരെയും നോക്കി. എന്തുപറ്റി? നിങ്ങളുടെ ഗ്രാമത്തിലുള്ളവരെല്ലാം ചേർന്ന് എന്തിനാ ഇവിടെ വന്നത്? മണിപ്രതാപ് നടന്ന കാര്യങ്ങളെല്ലാം ഭീമൽജിയോട് പറഞ്ഞ ഉടനെ ഭീമൽജി കാറ്റിൽ ഭസ്മം എടുത്തെറിഞ്ഞു. എന്നിട്ട് മന്ത്രം ചൊല്ലിയതും സ്വാമി, അതൊന്നും ചെയ്തത് ഞങ്ങളല്ല. നിങ്ങളുണ്ടാക്കിയ ആ സുരക്ഷാ വലയവും കടന്ന് ഇവിടെ നിന്ന് ഗ്രാമത്തിലേക്ക് ആർക്കും പ്രവേശിക്കാൻ കഴിയില്ല. ഞങ്ങൾ ആരെയും ഉപദ്രവിക്കാൻ ശ്രമിച്ചിട്ടില്ല. ഇതെല്ലാം ആ പ്രേതപാതയിലിരിക്കുന്ന ആ പ്രേതത്തിന്റെ പണി തന്നെയായിരിക്കും. പിശാചോ? ആരാണത്? വരൂ, ആ പിശാചിനെ ഇന്ന് തന്നെ തീർത്ത് കളയാം. അങ്ങനെ പറഞ്ഞ് ഭീമൽജിയും മണിപ്രതാപും മറ്റു ചില ഗ്രാമീണരും ആ പ്രേതപാതയിലൂടെ പോയപ്പോൾ കാറ്റിൽ ഭസ്മമൂതി മന്ത്രം ചൊല്ലിയ ഉടനെ ആ പ്രേതം അവിടെ എത്തി. ആരാണ് നീ? എന്തിനാ നീ എല്ലാവരെയും പേടിപ്പിക്കുന്നത്? പറയേ, ആരാണ് നീ? എന്റെ പേര് നീലവേണി. ഞാനൊരു വൈദ്യയായിരുന്നു. ഒരു ദിവസം ഞാൻ മരുന്നുകൾ പറിച്ചെടുത്ത് കാട്ടിൽ നിന്നും പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരിടത്തുള്ള ഒരു ഗുഹയിലേക്ക് കയറി. അവിടെ ക്ഷുദ്രകിങ്കര, എന്താണിത്? ഭട്ടങ്ക, നിന്റെ നല്ല കാലം നിന്റെ അടുത്തേക്ക് വന്നിരിക്കുന്നു. മഹത്വമുള്ള ജാതകത്തിൽ പിറന്ന കന്യക ഈ ഗുഹയിലുണ്ട്. കൂട്ടിക്കൊണ്ടുവന്ന് എനിക്ക് ബലി തരൂ. നാളെയാണ് അമാവാസി. പാതിരാത്രി 12 മണിക്ക് എന്നെ മൂടാനുള്ള ജ്വാല ആരതി ചെയ്യണം. ബരന്തസ, അങ്ങനെ തന്നെയാകട്ടെ. ഡിങ്കരി, അവളെ കൂട്ടിക്കൊണ്ട് എന്റെ അടുക്കൽ കൊണ്ടുവരും. താങ്കൾ പറഞ്ഞതുപോലെ ഗുരുദേവ. അങ്ങ് പറഞ്ഞതുപോലെ ഗുരുദേവ. ആ പ്രേതങ്ങൾ രണ്ടുപേരും ആ പെൺകുട്ടിയെ ഒരു സ്ഥലത്ത് കെട്ടിയിട്ടു. ആ മന്ത്രവാദി ഏതോ ക്ഷുദ്രമന്ത്രം ചെയ്ത് കെട്ടിവെച്ചിരുന്ന ആ യുവതിയെ അവളുടെ ശരീരത്തിൽ എണ്ണയൊഴിച്ച് തീ വെച്ച് അവിടെ ഉണ്ടായിരുന്ന ശിലയ്ക്ക് അവളെ ബലി കൊടുത്തു. എനിക്ക് സമാധാനമായി. ഇതാ ഈ തലയോട്ടിയെടുത്തോളൂ. ഇത് 2 കമ്പിൽ കെട്ടിവെച്ച് അതിനുമേലെ ക്ഷുദ്രകിങ്കരി തീ വയ്ക്ക്. ഇതാണ് അവസാന പരീക്ഷണം. ഇവിടെ 1000 ദീപങ്ങൾ കൊളുത്തി പൂജ തുടങ്ങിക്കോളൂ. ഇന്ന് അമാവാസിയാണ്. ഇങ്ങനെ 11 അമാവാസികൾ. ഈ ദീപം അണയാതെ നോക്കണം. എല്ലാ അമാവാസിയിലും പാതിരാത്രി 12 മണിക്ക് ക്ഷുദ്രകിങ്കരി ദീപം വെച്ച് അത് 2 തോളിലും നീ ചുമന്നുകൊണ്ടുപോയി കല്ലൂരി നദിക്കരയിൽ ആ ദീപം വച്ച് നീ കുളിച്ചാൽ നിനക്ക് ചിരഞ്ജീവിയാകാൻ പറ്റും ഭട്ടങ്ക. എന്നാൽ ഭട്ടങ്ക, നിന്റെ കൈകൊണ്ട് ക്രൂരമായി മരിച്ച നീലവേണിയുടെ ആത്മാവ് ഒരു വലിയ പ്രേതമായി മാറി. അവൾ നിന്റെ പൂജ തടസ്സപ്പെടുത്താൻ വരും. സൂക്ഷിക്കണം. അന്നു മുതൽ തുടങ്ങി അവനെ ഞാൻ കൊന്ന് എന്റെ പക തീർക്കാൻ വേണ്ടി എന്നും ശ്രമിച്ചുകൊണ്ടിരുന്നു. എന്നാൽ അവനെ ഇല്ലാതാക്കാൻ എന്റെ ശക്തി പോരായിരുന്നു. അതുകൊണ്ട് നല്ല ധൈര്യശാലികളെ തേടിക്കൊണ്ട് എല്ലാ ഗ്രാമങ്ങളിലും അലഞ്ഞ് നിങ്ങളുടെ ഗ്രാമത്തിലെത്തിയത്. എന്നാൽ
നിങ്ങളുടെ ഗ്രാമത്തിലെ ജനങ്ങൾ സൂര്യൻ അസ്തമിച്ചതിന് ശേഷം ഗ്രാമാതിർത്തിയിൽ അവർ കൊടുക്കുന്ന ബലി, ഗ്രാമത്തിൽ തളിച്ച മന്ത്രജലം, വീടിന് മുൻപിൽ വെച്ച അരിയുണ്ട, അത് കാരണം ഗ്രാമാതിർത്തിയും കടന്നകത്ത് വരാൻ കഴിഞ്ഞില്ല. ഏതോ ഒരു ശക്തി ഈ ഗ്രാമത്തിലുണ്ടെന്ന് ഞാൻ അറിഞ്ഞ് ഈ ഗ്രാമത്തിലുള്ളവർ എന്നെ സഹായിക്കുമെന്ന് കരുതി ഞാൻ ഇവിടെ തന്നെ ഇരുന്നു. ആ ശക്തിക്കുള്ള കാരണം ആരാണെന്ന് അറിയാൻ വേണ്ടി ആരെങ്കിലും ഗ്രാമാതിർത്തി കടന്ന് പുറത്തേക്ക് വന്നാൽ അവരെ എല്ലാവരെയും ഞാൻ ബന്ധിച്ചു. എന്നാൽ ഞാൻ അവരെ കൊന്നിട്ടില്ല. ഏറ്റവും അവസാനം ഞാൻ നിങ്ങളെ കണ്ടുമുട്ടി. നിങ്ങൾ എന്നെ ദയവായി സഹായിക്കണം സ്വാമിജി. ഞാനൊരു പ്രേതാത്മാവാണ്. എനിക്ക് ആ മന്ത്രവാദിയുടെ അടുത്തുള്ള വിളക്ക് തൊടാനുള്ള ശക്തി തരൂ. ശരി, അങ്ങനെയെങ്കിൽ ഭട്ടങ്കയുടെ ജീവനുള്ള ദീപമെടുക്കാൻ ഞാൻ നിന്നെ സഹായിക്കാം. അതിനു മുൻപ് നീ പിടിച്ചു വച്ചിരിക്കുന്ന ജനങ്ങളെ വിട്ടേക്ക്. നീലവേണി സ്വാമിജി പറഞ്ഞത് കേട്ട് ഇതുവരെ ബന്ധിച്ച എല്ലാവരെയും തുറന്നുവിട്ടു. സ്വാമിജി, ഭട്ടങ്കയുടെ കയ്യിലുള്ള അത്ഭുത ദീപം എനിക്ക് തരികയാണെങ്കിൽ ആ അത്ഭുത ദീപത്തിലുള്ള ശക്തി കൊണ്ട് ആ ഭട്ടങ്കിയെ എനിക്ക് കൊല്ലാൻ പറ്റും. അങ്ങനെ ചെയ്താൽ എൻ്റെ ആത്മാവിന് ശാന്തി ലഭിക്കുന്നതായിരിക്കും. എന്നാൽ ആ അത്ഭുത ദീപം കൊണ്ടുവരുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. ആ ദീപത്തിന് 2 പ്രേതങ്ങൾ എല്ലാ സമയവും കാവലുണ്ടായിരിക്കും. ഒരു ചെറിയ പൂച്ചയെ പോലും ആ ദീപത്തിന്റെ അരികിലേക്ക് വരാൻ സമ്മതിക്കില്ല. ആ വിളക്കെടുക്കാൻ പോകുന്ന വ്യക്തിക്ക് നല്ല ആത്മധൈര്യമുണ്ടായിരിക്കണം. ജീവൻ പണയം വെച്ചും അത് ചെയ്യാനുള്ള ധൈര്യം വേണം. പ്രേതം പറഞ്ഞതെല്ലാം കേട്ട് രവിയും പവനും മുന്നോട്ട് വന്ന്, ഞങ്ങൾ പോയി ആ ദീപം കൊണ്ടുവരാം. അതെ, ആ 2 പേരെയും പറ്റിച്ച് ആ ദീപം ഞങ്ങൾ കൊണ്ടുവരാം. ശരി, രവിയും പവനും ആ ദീപം എടുത്തുകൊണ്ടുവരുന്നതുവരെ നീ ഈ കണ്ണാടി പാത്രത്തിൽ അടങ്ങിയിരിക്കണം. നിന്നെ കണ്ട് ഈ ഗ്രാമവാസികളെല്ലാം പേടിച്ചിരിക്കുകയാണ്. സ്വാമിജി പറഞ്ഞത് കേട്ട് നീലവേണിയുടെ ആത്മാവ് കുപ്പിക്കകത്തേക്ക് പോയി. ആ കുപ്പിയുമെടുത്ത് രവിയും പവനും നേരെ ആശ്രമത്തിലേക്ക് പോയി. അതിനുശേഷം ആ സ്വാമിജി ഒരു കോലം വരച്ച് അദ്ദേഹത്തിന് അറിയാവുന്ന ഏതോ മന്ത്രം ചൊല്ലി ആ മന്ത്രം ഉപയോഗിച്ച് എങ്ങനെ പ്രേതങ്ങളെ വശത്താക്കണമെന്ന് പറഞ്ഞ് 4 തലയോട്ടിയും 4 എല്ലുകളും മന്ത്രജലം ഒഴിച്ചുവെച്ച ഒരു കുപ്പിയും കൊടുത്ത്, വളരെ സൂക്ഷിച്ചു വേണം പോവാൻ. നിങ്ങൾ ശരിയായ രീതിയിൽ കുശനികാ മന്ത്രത്തെ ഉപയോഗിച്ചില്ലെങ്കിൽ ആ 2 പ്രേതാത്മാക്കളും നിങ്ങളെ ക്രൂരമായി കൊല്ലുന്നതാണ്. രവിയും പവനും ചേർന്ന് സ്വാമിജി കൊടുത്ത തലയോട്ടിയും എല്ലുകളും മന്ത്രജലവും എടുത്ത് ആ മന്ത്രവാദിയുടെ ഗുഹയിലേക്ക് പോയി. ഒരു കല്ലിന് പുറകിൽ നിന്ന് നിരീക്ഷിച്ചുകൊണ്ടിരുന്നു. ആ അത്ഭുത ദീപത്തിന് 2 പ്രേതാത്മാക്കൾ കാവലുണ്ടായിരുന്നു. അതേസമയം ഭട്ടങ്കി ആ 2 പ്രേതങ്ങളുടെ അടുത്ത് വന്ന്, ഇന്ന് അമാവാസിയല്ലേ, ഞാൻ നദിയിൽ കുളിച്ചിട്ട് വരാം, ദീപം സൂക്ഷിക്കണം. അങ്ങനെ പറഞ്ഞ് നദിയിലേക്ക് പോയി. അതേസമയം രവിയും പവനും സ്വാമിജി പറഞ്ഞ പോലെ ആ മന്ത്രം ഉച്ചരിക്കാനായി തുടങ്ങി. ആ 4 തലയോട്ടികളും നിങ്ങൾ ചതുരത്തിൽ വെച്ച് നടുവിൽ ഈ എല്ലിൻ കഷ്ണം വെച്ച് ആ 2 പ്രേതങ്ങളെയും ആ കുശ്മികാ മന്ത്രത്തിലേക്ക് വരുത്തി മന്ത്രജലം തളിക്കണം. പെട്ടെന്ന് തന്നെ ആ പ്രേതങ്ങൾ കുശ്മികാ മന്ത്രം കാരണം ബന്ധനത്തിലാകും. നേരം കളയാതെ ആ ദീപമെടുത്ത് അവിടെ നിന്ന് തിരിച്ചു വരണം. സ്വാമിജി പറഞ്ഞ പോലെ രവി ആ മന്ത്രത്തെ തയ്യാറാക്കാൻ തുടങ്ങി. പവൻ 2 കല്ലെടുത്ത് ആ 2 പ്രേതങ്ങളുടെ അടുത്ത് പോയി ആ അത്ഭുത ദീപത്തെ കല്ലുകൊണ്ടടിച്ചു. അത് കണ്ട് ആ പ്രേതങ്ങൾക്ക് ദേഷ്യം വന്നു പവനെ ആക്രമിക്കാനായി ശ്രമിച്ചു. അവരാ തലയോട്ടിയുടെ അടുത്ത് വന്നയുടനെ രവി മന്ത്രജലമെടുത്ത് ആ തലയോട്ടിയിൽ തളിച്ചു. അപ്പോൾ ആ 2 പ്രേതങ്ങളും അതേ സ്ഥലത്ത് തന്നെ ബന്ധിക്കപ്പെട്ടു. ഉടനെ ആ ദീപം അവിടെ നിന്നും എടുത്തു. അത് സ്വാമിജിയുടെ കയ്യിൽ കൊടുത്തു. സബാഷ്, നിങ്ങൾ 2 പേരും വളരെ ധൈര്യത്തോടെ തന്നെ ദീപം എടുത്തുകൊണ്ടുവന്നു. അങ്ങനെ സ്വാമിജി ആ കുപ്പിയുടെ അടപ്പെടുത്ത ഉടനെ പ്രേതം പുറത്തേക്ക് വന്നു. ഇതാ ഈ അത്ഭുത വിളക്കുകൊണ്ട് നീ നിനക്കുള്ള പക തീർത്തോളൂ. അവൻ ആ ദീപം എടുത്ത് അവിടെ നിന്നും പറന്നുപോയി. നദിയിൽ കുളിച്ച് തോളിൽ
തീപ്പന്തവുമായി വരികയായിരുന്നു ബട്ടങ്കി. ആറ്റിൻകരയിലുള്ള ഒരാൽമരത്തിൽ ആ പ്രേതം വന്നിരുന്നു. അങ്ങനെ അത് മരത്തിലിരുന്ന് ഏതൊക്കെയോ പാട്ടുകൾ പാടി. ആ മരത്തിന്റെ അടുത്തേക്ക് വന്ന ആ മന്ത്രവാദി ആ പ്രേതത്തെയും ആ പ്രേതത്തിന്റെ അടുത്തുള്ള അത്ഭുത ദീപത്തെയും കണ്ട്, ആരാണ് നീ? നീ ഇവിടെ എന്താ ചെയ്യുന്നത്? ആ ദീപം നിനക്ക് എങ്ങനെയാ കിട്ടിയത്? തീയുണ്ടോ? എനിക്ക് വല്ലാതെ തണുക്കുന്നുണ്ടെന്നേ. നിങ്ങളോട് തന്നെയാ. കയ്യിൽ തീയുണ്ടോ? പറയടാ, എനിക്ക് വല്ലാതെ തണുക്കുന്നു. ആരാണ് നീ? എന്നോട് കളിക്കുന്നു? ഞാനൊരു മഹാമന്ത്രവാദിയാണ്. ആ ദീപം എനിക്കിതാ. നിനക്ക് ഈ ദീപം വേണോ? ഓ, അങ്ങനെയാണല്ലേ. അടുത്തേക്ക് വന്ന് പറ്റുമെങ്കിൽ ഈ ദീപം വാങ്ങടാ. ഉടനെ മരത്തിലിരുന്ന പ്രേതം താഴേക്ക് വന്ന്, ഞാനാണടാ നീലവേണി. അന്യായമായി എന്നെ കൊന്നില്ലേടാ നീ. നീയാണല്ലേ? നിനക്കെന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല. പോ. ആ അത്ഭുത ദീപം ആ പ്രേതത്തിന്റെ കയ്യിൽ നിന്നും വാങ്ങി ആ മന്ത്രവാദി തിരിഞ്ഞു നടക്കുമ്പോൾ പ്രേതം ചിരിച്ചുകൊണ്ട് പ്രേതാത്മാവ് ഒരു ദീപമായി മാറി. അയാളുടെ കയ്യിലുണ്ടായിരുന്ന അത്ഭുതം ദീപത്തിലേക്ക് പോയി ഒരു ഭയങ്കരമായ തീയായി മാറി. ആ മന്ത്രവാദി അവിടെ തന്നെ തീയിൽ വെന്തു മരിച്ചു. ആ പ്രേതം കരഞ്ഞ ശബ്ദം കേട്ടയുടനെ ഗ്രാമത്തലവനും സ്വാമിജിയും ഗ്രാമത്തിലുള്ളവരും പോയി നോക്കിയപ്പോൾ ആ തീയിൽ വെന്ത് മരിക്കുകയായിരുന്നു ആ ബട്ടങ്ക. അതെല്ലാവരും നേരിൽ കണ്ടു. പകയെല്ലാം തീർന്ന നീലവേണിയുടെ ആത്മാവ് മറ്റൊരു ലോകത്തേക്ക് പോയി. നിങ്ങൾ കണ്ടില്ലേ? ഇത് പകയുണ്ടായിരുന്ന പ്രേതാത്മാവാണ്. തന്റെ പക തീർന്നതും മറ്റൊരു ലോകത്തേക്ക് അവർ പോയി. ഇനി മുതൽ നമ്മുടെ ഗ്രാമത്തിൽ ഒരു പ്രശ്നങ്ങളും ഉണ്ടാവില്ല. പഴയതുപോലെ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെയ്യാം. ഞാൻ പോയിട്ട് വരാം. ശിക്ഷനെ കൊല്ലാനുള്ള ധൈര്യമോ? നിങ്ങൾക്ക് ക്രൂരമായുള്ള മരണം ഞാൻ സമ്മാനിക്കാം. ദാ വരുന്നു കിരകിങ്കരൻ, ക്ഷുദ്രകിങ്കരൻ.